സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗികാതിക്രമ കേസിൽ 2 വനിതാ സഹായികൾ കസ്റ്റഡിയിൽ. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. അബ്ദുൾ റഷീദ് ചേരുകയാണ് വിശദവിവരങ്ങളുമായി. അബ്ദുൾ റഷീദ്, ഈ ചോദ്യം ചെയ്യൽ ഇപ്പോൾ ചൈതന്യാനന്ദയ്ക്കൊപ്പം ഇരുത്തിയാണ് ഈ സഹായികളെയും ചോദ്യം ചെയ്യുന്നത് എന്നതാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ചൈതന്യാനന്ദയുടെ ഫോണിൽ നിന്ന് കൂടുതൽ പെൺകുട്ടികളുമായുള്ള ചാറ്റുകളും ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരെയുള്ള ലൈംഗിക ആരോപണ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനൊപ്പമാണ് ഇത്തരത്തിൽ ഈ സ്ഥാപനത്തിലെ തന്നെ 2 വനിതാ സഹായികളെ കൂടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ പെൺകുട്ടികളുമായി ഉള്ള ഇത്തരം ലൈംഗിക സന്ദേശങ്ങൾ അയച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും ഈ സഹായികൾക്ക് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇരുവരെയും ഇപ്പോൾ പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തു കൊണ്ടുവരികയാണ്. പ്രത്യേകിച്ചും എന്തൊക്കെയാണ് ഈ പെൺകുട്ടികളുമായുള്ള ബന്ധം, അതോടൊപ്പം ഈ സഹായികൾ എന്തെല്ലാം സഹായങ്ങളാണ് ഈ സ്വാമിക്ക് ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ കൂടുതലായും അന്വേഷിച്ചു വരികയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ നിർണായക ചില തെളിവുകൾ കൂടി പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ചൈതന്യാനന്ദ സ്വാമിയുടെ മൊബൈൽ ഫോണിൽ നിന്നും ലൈംഗിക ഉദ്ദേശത്തോടെ പെൺകുട്ടികൾക്ക് അയച്ച മെസ്സേജുകളും അതോടൊപ്പം വിവിധ പെൺകുട്ടികളുടെ സ്ക്രീൻഷോട്ടുകളും അടക്കം ഈ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരാളെ കൂടിയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ പരാതി നൽകിയിട്ടുള്ള പെൺകുട്ടികളിൽ ഒരാളുടെ മാതാപിതാക്കളെ വിളിച്ചു ഭീഷണിപ്പെടുത്തിയ സഹായിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്തരത്തിൽ കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറെ നിർണായകമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ കേരളത്തിലും ഈ ചൈതന്യാനന്ദ സ്വാമിയും പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എറണാകുളത്തെ ശ്രീരാമകൃഷ്ണ മഠം ആശ്രമത്തിന്റെ ചുമതലയായിരുന്നു അദ്ദേഹം വഹിച്ചിരുന്നത്. എന്തായാലും സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാളെ അവിടെ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ ശേഖരിച്ച് ചൈതന്യാനന്ദക്കെതിരെ നടപടി കടുപ്പിക്കാനാണ് ഇപ്പോൾ പോലീസിന്റെ നീക്കം. ശരി, വ്യക്തമാണ് അബ്ദുൾ റഷീദ്. സ്വാമി ചൈതന്യാനന്ദ സരസ്വതിക്കെതിരായ ലൈംഗിക അതിക്രമ കേസിലാണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ നിന്നുള്ള 2 സഹായികളെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഇയാളുടെ ഫോണിൽ നിന്നും വളരെ നിർണായകമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അബ്ദുൾ റഷീദാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.